ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു ക്രോഷ്യ ബൺ ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനം ഒരു യെല്ലോ യാണാണ് എടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഏത് കളറ് ബണ്ണാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് യാൺ എടുക്കാം. യെല്ലോ കളർ യാണാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. ബണ്ണിൻ്റെ കളറ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമ്മൾ കാരണം നല്ല ഇതിൽ തുന്നണോണ്ട് പ്രശ്നമല്ല. പിന്നെ ഒരു നീഡിലെടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നീഡിൽ എല്ലാ വർക്കിനും ആവശ്യമാണ്. എല്ലാ വർക്കിനും നീഡിൽ ആവശ്യമാണ്. കാരണം നമ്മൾ ബാക്കി വരുന്ന പോർഷൻസ് തുന്നാൻ നീഡിൽ എല്ലാ വർക്കിനും ആവശ്യമാണ്. ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്തൊരു ബോ ഉണ്ടാക്കുകയാണെങ്കിലും അതിന് വരെ ആവശ്യമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഹുക്കാണ്. ഹുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 11 ഹുക്കാണ്. പിന്നെ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വർക്കിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബണ്ണുമക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടാം കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇടാൻ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി കാണിച്ചു തരിക. ഈ 2 വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എക്സ് രൂപത്തിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ 2 ഫസ്റ്റ് ഈ ഭാഗത്ത് കൂടിയും കയറ്റുക, പിന്നെ ഈ ഭാഗത്ത് കൂടിയും കയറ്റുക ഇതുപോലെ. എന്നിട്ട് ഇവിടെ തന്നെ സ്ട്രോങ് ആക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ നിന്ന് എടുക്കാം ഹുക്ക്. ഈ മാജിക് റിങ്ങിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ ബണ്ണ് എടുത്തിട്ട് ഈ ഒരു ലൂപ്പിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് വലിച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഈ മാജിക് റിങ് ഇട്ടിട്ടുള്ള എല്ലാ വർക്ക്സിനും, മാജിക് റിങ് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റ് ചെയ്യാനും ഇതിനൊക്കെ റൗണ്ടായിട്ട് നമ്മൾ ചെയ്യലില്ല, റൗണ്ടിൻ്റെ ഉള്ളിൽ ചെയ്യണ സ്റ്റിച്ച്, അതിനൊക്കെ നമ്മൾ ഇതേപോലൊരു ചെയിൻ സ്റ്റിച്ച്, എല്ലാ വർക്കിനൊന്നും വേണമെങ്കിൽ പറയാം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യാണ് കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ലൂപ്പ് വലിച്ചതിന് ശേഷം ഈ ബണ്ണിൻ്റെ ഉള്ളിലൂടെ ഇടുക. എന്നിട്ട് ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര ലൂപ്പായി? 3 ലൂപ്പായിട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പം നന്നായി മനസ്സിലാവും. അപ്പോൾ ഇവിടെ 3 ലൂപ്പായില്ലേ. അപ്പോൾ നമ്മൾ ഈ 3 ലൂപ്പിൻ്റെയും കൂടി ഉള്ളിൽ കൂടെ ഇത് വലിക്കുക. പിന്നെ ഇങ്ങനെ വരും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഒപ്പാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഓക്കെ ആയി വന്നില്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാക്കി വരുന്ന ഈ ഒരു പോർഷനില്ലേ, ഈ പോർഷനും കൂടി കൂട്ടിയിട്ട് ചെയ്യുക. ഇങ്ങനെ ഈ പോർഷനും കൂടിയും ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ബണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. അതിന് ശേഷം എടുക്കുക. ഒരു ലൂപ്പായില്ലേ, ഇവിടെ 3 ലൂപ്പായി. ഇനി പിന്നെ ഒരു ലൂപ്പും കൂടി വലിച്ചെടുത്തിട്ട് 3 ലൂപ്പ്, ഈ 3 ലൂപ്പിൻ്റെ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുക. അപ്പോൾ ഇവിടെ 3 എണ്ണായില്ലേ. അതേപോലെ ഇവിടെ ഫുള്ള് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളിങ്ങനെ 4 ഭാഗം, ഇപ്പോൾ എത്ര ചെയ്തു? 1 2 3 4 5 5 ചെയ്തു. അതിന് ശേഷം നമ്മളെ ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്യാം. പിന്നെ ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഇവിടെ വരെ ചെയ്യാം. നമുക്ക് ഇത് ചെയ്തിട്ട് കാണാം. അത്രയും ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒന്നുകൂടി ചെയ്താൽ ക്ലോസ് ആവും. ഇവിടെ നമ്മൾ നന്നായി ഒന്ന് വലിച്ചെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ചെയ്യാണ്ട് കേട്ടോ. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കെട്ടുമ്പോൾ ഈ ഒരു ബണ്ണ് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ നിൽക്കും കേട്ടോ. നമ്മൾ ഏത് ബണ്ണെടുത്താലും അങ്ങനെ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നീളണ ബണ്ണാണെങ്കിൽ അതിനനുസരിച്ചിടാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ.
അപ്പോൾ നമ്മളിതാ അതേപോലെ അല്ലേ ഇവിടേക്ക് എത്തുമ്പോഴത്തേന് കുറച്ച് ഹാർഡാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ എത്ര ചെയ്യാണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വലിച്ച് ചെയ്ത് ഇങ്ങനെയായിട്ട് എന്ത് ചെയ്യാൻ വലിക്കണം പറയാം. ഇപ്പോൾ കണ്ടില്ല, വലിക്കുമ്പോൾ ഫുള്ള് ശരിയായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇതായി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എന്നാലും ഞാൻ കാണിച്ചു തരാം ഒരു വട്ടം കൂടി. ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യട്ടെ. നമുക്ക് എക്സ്ട്രാ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്ത് കൊടുക്കാം. ഒരു എക്സ്ട്രാ ഒന്ന് ലാസ്റ്റ് നിർത്തുമ്പോൾ എപ്പോഴും ഒന്ന് എക്സ്ട്രാ നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനായിട്ട് നമ്മൾ yarn over ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഈ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഈ ഫസ്റ്റ് ചെയിൻ, ഈ 2 ചെയിൻസ് വിട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 3 ചെയിനിലിട്ടിട്ട് പിന്നെ നമ്മളിതാ yarn over ചെയ്യുക. എന്നിട്ട് ഈ yarn over ചെയ്ത ഈ yarn over ലൂപ്പ് മറ്റേതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക, മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതാ ഇവിടെ ഇത് ജോയിൻ്റ് ആയി അല്ലേ. എന്നിട്ട് നമുക്കൊരു കുറച്ച് ഇതാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അതിങ്ങനെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓപ്പോസിറ്റ് ഭാഗം എടുത്താട്ടോ. ഇനി ഇത് പോരുകയില്ല കേട്ടോ, ഇതിനി പോരുകയില്ല. ഇത് നമുക്കൊന്നിങ്ങനെ നീഡിൽ എന്തിനാണെന്ന് ശ്രദ്ധിച്ച് കണ്ടോ. നീഡിൽ എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ നീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നൂലിടാം. കുറച്ച് പണി ഉണ്ടാവും. നമ്മൾക്ക് പല നീഡിൽസും ഉണ്ടാവും. അതിൽ ഏതെങ്കിലും നല്ല നീഡിൽ ഞാൻ എടുത്തത് എന്ന് പറയുകയാണെങ്കിൽ ഒരു നീഡിൽ പറഞ്ഞാൽ ഇതാവുമ്പോൾ നമുക്ക് അത്ര ഹോൾസ് ഒന്നും ഇല്ലാതെ നല്ല ഇതിലിടും. നമ്മൾ വലിയ നീഡിൽസ് ഇടുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഭയങ്കര വലിയ ഹോൾസ് ആവും കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മളിതാ ഈ ചെയിനില്ലേ, ഓപ്പോസിറ്റ് ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 3 or 4 ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അതേപോലെ ചെയ്യെടുക്കുക. എന്നിട്ട് വലിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ അടിപൊളിയായി വന്നു. ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ. എന്നിട്ട് നന്നായി ഒന്ന് മുറുക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതിന് നിങ്ങൾ ചെയ്തത് ഒരു ഇതില്ലാന്നെങ്കിൽ നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഉറപ്പില്ല എന്നാണെങ്കിൽ ഇത് പോരുന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിടണം കേട്ടോ. ഇതേപോലെ ഇട്ടെടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോൾ അയ്യോ അത് ശരിയായില്ലേ എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല വൃത്തിക്ക് കയ്യിൽ നിൽക്കും കേട്ടോ. കണ്ടില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അയ്യോ അത് ശരിയായില്ലേ വിചാരിക്കും. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ശരിക്കും റെഡിക്ക് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ബൈ.